യശ്രൂ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല. അപ്പം യശ്രൂ എന്ന് വിളിക്കുന്നത് എന്താ കാര്യം? അതൊരു ഓമന പേരാ ശരിക്കും. യശ്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ ദൈവം വിളിക്കണ ഓമന പേരാ. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ അർത്ഥങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ നീതീകരിക്കപ്പെടുകയും ആ വിശുദ്ധ രക്തത്തെ ഓർത്തുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ പേറ്റൻ്റായി മാറുന്നു, ആത്മീയ സ്വത്തവകാശമായി മാറുന്നു. അത് ഭയങ്കര വല്ലാത്തൊരു കൺസെപ്റ്റാണ് യശ്രൂ. ബൈബിളിൽ 2 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിലും ദൈവം ഉദ്ദേശിക്കുന്നത് നീതീകരിക്കപ്പെട്ട ദൈവ പൈതൽ, നീതി പൈതൽ. അതാണ് ഞാൻ നീതി പൈതൽ എന്ന് തർജ്ജമ ചെയ്തത്. യശ്രൂ, നീതി പൈതൽ. നീതി പൈതൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും കർത്താവിൻ്റെ പദ്ധതികളും കർത്താവിൻ്റെ വഴി നടത്തലുകളും അത് നമുക്ക് തിന്മയും അതുപോലെ ക്ലേശങ്ങളും ഉണ്ടാക്കിയാലും പരിശുദ്ധ അമ്മയെപ്പോലെ അത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിച്ച് ഏതെല്ലാം ക്ലേശങ്ങളെ പോകുമ്പോഴും ആ ലെവൽ ഡാമേജ് ആകാതെ നിർത്തുന്നതാണ് യശ്രൂ, നീതി പൈതൽ എന്ന് പറയുന്നത്. അതാണ് ഇവൾ പറയണത്. ഇവൾ ആദ്യം പറഞ്ഞ ഇതാണ്, ഞാൻ എൻ്റെ നട്ടെല്ല് വളഞ്ഞതാണ്, ഞാൻ ഈ മെഡിക്കലിനെ തോക്കും. അങ്ങനെ തോറ്റാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു പോറലും ഉണ്ടാകത്തില്ല. അപ്പോഴാണ് ദൈവം വിളിക്കണം യശ്രൂ, ഇതാണ് നീ. എന്താണ്? നീ നിൻ്റെ വിശ്വാസത്താൽ, ആ വിശ്വാസത്തിന് ഉത്ഭുതമാകുന്ന ദൈവസ്നേഹത്താൽ നീ എന്നെ, അതായത് ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നീ ലോകത്തെയും ജീവിതത്തെക്കാളും വലുതായി ദൈവത്തെ കാണുന്നൊരു വ്യക്തിയാണ് നീതി പൈതൽ എന്ന് പറയുന്നത്. ആ നീതി പൈതലാണ് പറയണത്. ഒരു പൗലോസ് അപ്പോസ്തലൻ ഒരു നീതി പൈതലേക്ക് വരുന്ന ഒരു ദൂരമുണ്ട് ശരിക്കും. ഉടമ്പടിയുടെ ഫ്രൂട്ട്സ് എന്ന് പറയണത് ChatGPT, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെർപ്ലക്സിറ്റി, അങ്ങനെയുള്ള ആപ്പുകളോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യശ്രൂ എന്ന് ചോദിച്ചു. അപ്പോൾ യശ്രൂ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദർ ഈസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ യശ്രൂ ആൻഡ് കവനൻ്റ് എന്ന് പറയും. വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണതും യശ്രൂവും തമ്മിൽ ബന്ധമില്ലെന്ന് പറയും. അപ്പോൾ പരിശുദ്ധാൻ പറയും യവന്മാർക്ക് അത്രയും അമ്മമാർ പഠിച്ചിട്ടില്ല, ബന്ധമുണ്ടെന്ന് പറയും. എന്താ കാര്യം? ഈ കവനൻ്റ് പോണത് യശ്രൂവിലേക്കാണ് പോണത്. കവനനിലേക്ക് എന്താ വിളിച്ചിരിക്കണത്? അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കാരണം കർത്താവിൻ്റെ തിരുസ്ഥാനിൽ കണ്ണീരിൻ്റെ കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് നിക്കക്കള്ളിയില്ല, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് സമാധാനം ഉണ്ടാക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴുണ്ടത് ഇവിടെ ഈ ജസിനെ പോലെയുള്ള ആൾക്കാരൊന്നും പറയണം ഇതൊക്കെയാണ് ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നം നീയാണെന്ന് പറയും. അതാണ് പ്രശ്നം. അതാണ് യശ്രൂ ആകണത്. ഇതൊക്കെ ശരിയാണ്, എനിക്കിനി അടി ഒരു മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ നടുവ് നിവർത്തി തരാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇനി നടുവ് നിവർത്തി തന്നില്ലെങ്കിലും ഞാൻ നീയും തമ്മിലുള്ള ബന്ധത്തിന് അതിൻ്റെ പേരിൽ വിശ്വാസത്തിനോ പ്രാർത്ഥനാ ജീവിതത്തിനോ വിശുദ്ധ ജീവിതത്തിനോ ഒരു പോറലോ ഉണ്ടാകത്തില്ല. ഉടനെ പരിശുദ്ധാത്മ പറയും യശ്രൂ, നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടി വാനമേഘങ്ങളിലെ മേഘത്തെ ചിറയാക്കിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു എന്ന് പറയും. എന്നിട്ട് അത് ആ വചനം കിട്ടിയോണ്ട് ഇവിടെ ഇടക്കിടക്ക് ഇത് പറയാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്താ? കർത്താവിൻ്റെ വരവ് ഇവളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ അത് ത്വരിതപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈശോ പറയണത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാ
ക്ലേശം തീർക്കുക നിത്യം ക്ലേശം തീർക്കുക നിത്യം ഒരുമിച്ച് പാടുക എല്ലാവരും. ലൂക്ക 18:8 എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് ഈ വിഷയം അത് എന്ത് വിശ്വാസമാണ്? ഇപ്പം 18:8 ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഈ റിഫൈൻഡ് ഫെയ്ത്താണ് ആ ഉദ്ദേശിക്കുന്നത്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന റോ ഫെയ്ത്ത് അല്ല. ഫെയ്ത്തിൽ തന്നെ റോ ഫെയ്ത്ത് ഉണ്ട്, റിഫൈൻഡ് ഫെയ്ത്ത് ഉണ്ട്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ടെസ്റ്റഡ് ഫെയ്ത്താണ്. റോ ഫെയ്ത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ കാരിസം ക്ലാസ്സിൽ കേട്ട വിശ്വാസമാണ്. റോ ഫെയ്ത്താണ്. ഈ റോ ഫെയ്ത്ത് എന്ന് പറയണത് നമ്മൾ റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ക്രൂഡ് ഓയിൽ അച്ഛൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ക്രൂഡ് ഓയിൽ വെച്ചൊന്നും നമുക്ക് ഈ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റുമോ? ക്രൂഡ് ഓയിൽ ഒഴിച്ചാൽ കാർ ഓടുക? ഇല്ല, ഓടത്തില്ല. അതിനെ ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ ഡീസലോ പെട്രോളോ ആക്കി മാറ്റിയാൽ മാത്രമേ അത് റിഫൈൻഡ് ആക്കണം. ഓയിൽ റിഫൈനറി എന്നല്ലേ പറയണത്, റിഫൈനറി. ഇതുപോലെ ഫെയ്ത്ത് റിഫൈനറി ഉണ്ട്. ആ സർവൈവ്ഡ് ആയിട്ടുള്ള ഫെയ്ത്ത് റിഫൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാതാപിതാക്കന്മാരിൽ നമുക്ക് വിശ്വാസം കിട്ടും. അവർ കത്തോലിക്കരായതും ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മളും ക്രിസ്ത്യാനികളായി പോകും. അത് റോ ഫെയ്ത്ത് എന്ന് പറയും. ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നിത്യരക്ഷ ഓക്കെയാണ്. പക്ഷെ ആർജിത കൃപയ്ക്ക് സഹായകരമല്ല. ട്രഡീഷണൽ ഫെയ്ത്ത്, റോ ഫെയ്ത്ത് ആർജിത കൃപയ്ക്ക്. ആർജിത കൃപയെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ആർജിക്കുന്ന കൃപയാണ്. ആർജിക്കുന്ന കൃപയെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഫെയ്ത്താണ്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം, അതാണ് റിഫൈൻഡ് ഫെയ്ത്ത്. അതിജീവിത വിശ്വാസം. ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് അയോണ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 28 എൻ്റെ മെയിനായിട്ടുള്ള നിയോഗം എന്ന് പറഞ്ഞാൽ ജർമ്മൻ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് B1 2 മൊഡ്യൂളായിരുന്നു, സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു. ബാക്കി ലിസണിങ്ങും റീഡിങ്ങും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 28-ാം തീയതി ഒന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ 3 തവണ എക്സാം എഴുതി, പക്ഷേ അത് ഫെയിലായി. എങ്കിലും ഞാൻ ഉടമ്പടി ഉഴപ്പാതെ ഞാൻ മുമ്പോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് ഞാൻ ഇനിയിപ്പം നഴ്സിംഗ് ഡയറക്റ്റ് കയറാനല്ലാതെ വേറെന്തെങ്കിലും മാതാവിന് നിയോഗം ഉണ്ടെങ്കിൽ അതുപോലെ നടക്കട്ടെ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി. അവിടുത്തെ ഹിതം പോലെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഔപ്പയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇങ്ങനെ കേട്ട് തുടങ്ങി. അപ്പം ഒരു ഏജൻസിയിൽ ചോദിച്ചപ്പം ഞാൻ B1 2 മൊഡ്യൂളുള്ളൂ, അപ്പം B1 2 മൊഡ്യൂൾ വെച്ച് പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ കൊടുത്തു ഏജൻസിയിൽ കൊടുത്തു. ഒരു 2-3 വീക്സിനുള്ളിൽ ഒരു ഔപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി നമ്മളെ സ്പോൺസർ ചെയ്യുകയാണ്.
അവർ നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. 1 ഇയർ നമുക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ട് നഴ്സിംഗിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ഇത് ഏജൻസിയിൽ കൊടുത്തു. 2-3 വീക്സിനുള്ളിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ച വെയിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഔപ്പേറിന് കൊടുത്തു. അപ്പം അവൾ പറഞ്ഞു ഇങ്ങനെ B1 2 മൊഡ്യൂൾ വെച്ചിട്ട് പോകണ്ട, 2 മൊഡ്യൂളാണെങ്കിൽ VFSൽ റിജക്ഷൻ ആവും, അതുകൊണ്ട് A1 ജസ്റ്റ് ഒന്ന് എഴുതിക്കോ, എളുപ്പമായിരിക്കും, അത് എഴുതിയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു A1 എഴുതണ്ട, B1 2 മതി, ഞങ്ങൾ കയറ്റി വിട്ടിട്ടുള്ള ആ പിള്ളേരൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എങ്കിലും എനിക്കെന്തോ A1 എഴുതണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ A1 സെപ്റ്റംബറിലേക്ക് ഡേറ്റ് എടുത്തു. പെട്ടെന്ന് ഡേറ്റ് കിട്ടി, അങ്ങനെ എടുത്തു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്ര എക്സാം എഴുതി പാസ്സാവാത്തതുകൊണ്ട്. എങ്കിലും അത് നല്ല മാർക്കോടെ മാതാവ് പാസ്സാക്കി തന്നു. കാശ് രൂപവും ഉപ്പൊക്കെ ഉപയോഗിച്ച് സ്പീക്കിങ്ങും എല്ലാം എഴുതി. A1ൽ 4 മൊഡ്യൂളും ഒരുമിച്ച് കിട്ടണം, എന്നാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അപ്പം 1-2 മൊഡ്യൂൾ എനിക്ക് ഇച്ചിരി ടഫായിരുന്നു, എങ്കിലും നല്ല മാർക്കോടെ അത് പാസ്സായി. അതിനുശേഷം പിന്നെ ആ ഏജൻസിയിൽ കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നി, ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലും പറഞ്ഞു നമുക്ക് വേറെ നോക്കാം. അങ്ങനെ വേറെ ഏജൻസിയിൽ ഏത് കൊടുക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം പത്രം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു കോൾ വന്നു. ഒരു ചേച്ചി എന്നെ വിളിച്ചു, ജർമ്മനിയിലേക്ക് പോകാൻ നോക്കുന്നുണ്ടോ, ഏജൻസി വല്ലതും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഔപ്പേറിൻ്റെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്, നിങ്ങളുടെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ഏജൻസിയിൽ ഇച്ചിരി റേറ്റ് കൂടുതലല്ല, ഞാൻ വേറൊരാളുടെ നമ്പർ തരാം, പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, അവരുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പർ തന്നു. ഞാൻ പത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, റേറ്റൊക്കെ ഓക്കെയാണ്, അപ്പം ഇവിടെ തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയി. ഇപ്പോൾ ഇവർ പറഞ്ഞത് ആദ്യം നമ്മൾ VFSൽ സ്ലോട്ട് എടുക്കുക, അതിന് ശേഷമാണ് നമ്മൾ ഫാമിലീനെ നോക്കുക. ഒരു ഫാമിലിയിലോട്ട് നമ്മൾ പോകണമല്ലോ, ഫാമിലിയിലെ സ്ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ്, കാരണം മിക്ക ഫാമിലിയും സ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ അവർ ഓക്കെ പറയത്തുള്ളൂ. അതുകൊണ്ട് സ്ലോട്ട് ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ചേട്ടന് സെപ്റ്റംബർ 27 കൊടുക്കുന്നത്. അങ്ങനെ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. സ്ലോട്ട് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവ് ഒരു ഡേറ്റ് തന്നു. നവംബർ 11 എനിക്ക് സ്ലോട്ട് കിട്ടി. അങ്ങനെ അതിനുശേഷം ഒരു 2 ആഴ്ച ഗ്യാപ്പുണ്ട്. ആ 2 ആഴ്ച ഗ്യാപ്പിൽ നമ്മൾ ഫാമിലീനെ നോക്കുമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഫാമിലി ഒന്നും കിട്ടിയില്ല. കുറേ പേർക്ക് നമ്മൾ ഏജൻസിയിൽ നിന്ന് നമ്പർ വരും, നമ്മൾ തന്നെ ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പം കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കുറേ പേര് ആദ്യം ഓക്കെ പറഞ്ഞു, പിന്നെ താല്പര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച ഒരുപാട് ഫാമിലിയിൽ ചോദിച്ചിട്ട് അവരാരും ഓക്കെ പറഞ്ഞില്ല. പിന്നെ ഒരാഴ്ചയും കൂടെ ഉള്ളൂ. പിന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങി, ഇനിയിപ്പോൾ റെഡി ആകുമോ, കാരണം ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ സ്ലോട്ട് എടുത്താണ് പോകാനുള്ള. ബാംഗ്ലൂരാണ് എനിക്ക് VFS കിട്ടിയത്, അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും എടുത്തു, എല്ലാം കിട്ടി. പക്ഷെ ഫാമിലി റെഡി ആവാമെന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരാഴ്ചയും കൂടെ ഉള്ളൂ. 10-ാം തീയതി എനിക്ക് ഇവിടെ നിന്ന് പോകണം, 11-നാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ്. അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരാഴ്ചയിൽ വീണ്ടും ഒരുപാട് ഫാമിലിക്ക് മെസ്സേജ് അയച്ചു, ആരും റിപ്ലൈ തരുന്നില്ല, ചിലവരിപ്പോൾ എടുക്കുന്നില്ല, താല്പര്യമില്ല, അതിങ്ങനെ പറഞ്ഞു. അങ്ങനെ വേറൊരു ലാസ്റ്റ് അതിന് മുമ്പുള്ള ഒരാഴ്ച വ്യാഴാഴ്ച എനിക്കൊരു ഫാമിലി എന്നെ വിളിച്ചു. അവർ ആദ്യം വൈകുന്നേരം വിളിച്ചു, അവർ കുറേ സംസാരിച്ചു, ഓക്കെ ആണെങ്കിൽ വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അവർ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയും ഇനി ഫാമിലി കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നിയോഗമായിരിക്കും, പിന്നീടായിരിക്കും എനിക്ക് ഉള്ളതെന്നുള്ള വിചാരിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച വേറൊരാളുടെ നമ്പർ അയക്കുകയാണ് ഏജൻസി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്പർ അയച്ചു, പക്ഷെ അവർ മെസ്സേജൊന്നും കണ്ടില്ല. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ആയപ്പോൾ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടാണ് എണീറ്റ് വന്നത്. ഈ ശനിയും ഞായറും ഒന്നും നടക്കില്ല, 2 ദിവസം കൊണ്ട് ഫാമിലി റെഡിയാവില്ല, എനിക്ക് തിങ്കളാഴ്ച പോകണം, അപ്പോൾ റെഡിയാവില്ല എന്ന് വിചാരിച്ച്. പക്ഷേ ശനിയാഴ്ച രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു. അവരുമായിട്ട് കുറച്ച് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഒരു വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. പോകാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അവരയക്കേണ്ടതെല്ലാം എനിക്ക് ഒരൊറ്റ
ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അവർ റെഡിയാക്കി തന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ട് വിസയ്ക്ക് വെക്കാൻ പോവുക, ഈ പാസ്പോർട്ടിൽ എനിക്ക് വിസ അടിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ VFSൽ പോയി, എല്ലാം കഴിഞ്ഞു. ഒരു 2-3 വീക്സ് കൊണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏജൻസി എന്ന് പറഞ്ഞു 1 മന്ത് കൂടുതലാവും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, വിസ വരുന്നില്ല. പിന്നെ ടെൻഷൻ തുടങ്ങി. കൂടെ വെച്ചവർക്കും ഇത് കഴിഞ്ഞ് വെച്ചവർക്കൊക്കെ വന്നു. എൻ്റെ മാത്രം ഒരു അനക്കം ഇല്ലാണ്ടിരിക്കുകയാണ്. അവർ മെയിൽ അയക്കുന്നുണ്ട്. മെയിൽ അയക്കുമ്പോൾ എല്ലാം 90 ഡേയ്സ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അവിടുന്ന് ഫാമിലിയിൽ നിന്ന് അവർ ചോദിക്കുന്നു, എനിക്ക് ഓൾറെഡി ഡിസംബർ 1 കോൺട്രാക്റ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ 1 കയറിയില്ലെങ്കിലും ഒരു പകുതിയോടുകൂടി കയറേണ്ടതായിരുന്നു. പക്ഷേ ഇത് വരാത്തതുകൊണ്ട് ഇവരവിടെ നിന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങളെന്താ വരാത്തേ? ഞാൻ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ വരും, 2 ആഴ്ചക്കുള്ളിൽ വരും, ഓരോന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുമായിരുന്നു. എങ്കിൽ പിന്നെ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് വന്നു, VFSക്ക് അവധിയായിരുന്നു, ന്യൂ ഇയറിൻ്റെ വന്നു. അങ്ങനെ കുറേ ദിവസം അവധിയുണ്ട്. അങ്ങനെ കുറേ ദിവസം പോയി. പിന്നെ ജനുവരി 1st വീക്കോട് അത് ഓപ്പണായി. എന്നിട്ട് പിന്നെ ഞാൻ അവരെ വിളിച്ചു. അവർ പറഞ്ഞു ഒരു 1 വീക്കോ 2 വീക്സോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് ജനുവരി 20-ാം തീയതി എനിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ചായെന്ന് മെയിൽ വന്നു. അതിനുശേഷം അന്നെനിക്ക് ഒരു പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പാടുകൾ പോലെ വന്നു. ഞാൻ വിചാരിച്ച് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ടൈപ്പാണ്, അപ്പോൾ എനിക്കറിയില്ല എന്താണ്, ചിക്കൻ ബോക്സ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് ഇപ്പം വരില്ലായിരിക്കും, ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇനി വരില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ 2 കയ്യിൽ അപ്പുറം ഇപ്പുറമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമായി. ഇത്രയും വെയിറ്റ് ചെയ്ത് 2.5 മാസത്തോളം വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് വിസ പിറ്റേ ദിവസം വരാറായപ്പോൾ ചിക്കൻ ബോക്സ് ആയപ്പോൾ ഒരു സങ്കടമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ മാറും എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഒരാഴ്ച വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് 22-ാം തീയതി എനിക്ക് വിസ വന്നു. ഭയങ്കര ടെൻഷനോടുകൂടിയാണ് തുറന്നത്. കാരണം ഇത്രയും ലേറ്റ് ആകുമ്പോൾ അവർ റിജക്ഷൻ ആക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വിസ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ലേറ്റ് ആവുന്നതുകൊണ്ട് അവരുടെ ഫയൽ എടുത്തിട്ടില്ല, മാതാവിന് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് 7-ാം പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് തുറന്നപ്പോൾ എനിക്ക് 7-ാം പേജിൽ തന്നെ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൊരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം വിസ വന്നു കഴിഞ്ഞ് ഞാൻ ഫാമിലി എടുത്ത് പറഞ്ഞു. ഫാമിലി പറഞ്ഞു ഓക്കെ. അവർ പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വേറൊരു ഔപ്പേറിനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ വേറെ ഫാമിലി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും സങ്കടമായി. വിസ വന്നിട്ടും ഫാമിലി പോയി. അങ്ങനെ ഏജൻസി എന്ന് പറഞ്ഞു, നമുക്ക് വിസ ഉണ്ടല്ലോ, കുഴപ്പമില്ല, ഉടനെ തന്നെ വേറെ ഫാമിലി നോക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വേറെ ഫാമിലി ആ സമയം കൊണ്ട് എൻ്റെ ചിക്കൻ ബോക്സ് മാറുമല്ലോ, പേടിക്കേണ്ട, നമുക്ക് വേറെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് ഒരു ഫാമിലി മെസ്സേജ് അയച്ചു. അവർ സംസാരിച്ച് ഓക്കെ ആയിരുന്നു. വൈകിട്ട് അവർ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു. പിറ്റേ ദിവസം അവർ പിള്ളേരെ കാണിച്ചുകൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ കോൾ ചെയ്തു, അവർ ഓക്കെ പറഞ്ഞു. ഇതിനിടയിൽ എനിക്ക് അധികം ചിക്കൻ ബോക്സ് ഒന്നും വന്നില്ല, കയ്യിലും അങ്ങനെ മുഖത്തൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഒരു റെഡിഷ് കളർ പോലെ വന്നിട്ട് ഒരു പൊങ്ങി വരും. അപ്പം ഞാൻ അവിടെ എല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കയ്യിലും മേത്തും പാട് തോന്നിയ സ്ഥലങ്ങളെല്ലാം പോയി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ എല്ലാം ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ചിക്കൻ ബോക്സിൻ്റെ എല്ലാം മാറി. കയ്യിലൊരു പാട് മാത്രമേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ അവർ മുഖത്തൊക്കെ കണ്ടെങ്കിൽ പിന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടാവുകൊണ്ട് മുഖത്തൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. മുഖത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഫാമിലി റെഡിയായി, എല്ലാ കാര്യങ്ങളും ഓക്കെ നടന്നു. ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ഫെബ്രുവരി 12-ന് ജർമ്മനിയിലേക്ക് പോവാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. +1 പഠിക്കുന്ന സമയത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തലവേദന തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കടന്നു പോകും. അതുപോലെ വേദനയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു.
ഉടമ്പടി ആ ക്ലാസ്സിൻ്റെ സമയത്തും ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാതിരുമ്പോൾ ഗ്യാസ് കയറി തലവേദനയാണ്. അപ്പോൾ ഇവിടെ ഉപവാസം ഒരു നേരം എടുക്കണത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കരുത്, എനിക്ക് തലവേദന എടുക്കും, അതുകൊണ്ട് ഞാൻ അതെങ്ങനെ എടുക്കും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഉപവാസം എടുക്കുന്ന ദിവസം എനിക്ക് തലവേദന വരില്ല, ബാക്കി ഏത് ദിവസം വന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് രണ്ടാമത്തെ ക്ലാസ്സിന് 11 മണിയുടെ ക്ലാസ്സിനാണ് ഞാൻ കയറിയത്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3:30-4 അത്രയും ഫുഡ് കഴിച്ചില്ലേ പോലും എനിക്ക് തലവേദന വന്നിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം തലവേദന എനിക്ക് മാറ്റി തന്നു. എങ്കിലും ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ, പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിൽ പോലും ആ ഒരു ദിവസം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതിൽ എനിക്കിപ്പോൾ മാസത്തിലൊന്നും 2 മാസം കൂടുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ വേദന വരാറുള്ളൂ. അത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. തലവേദന വരുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട വെള്ളം കുടിക്കുകയും എല്ലാം കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ നിയോഗം. പിന്നെ ഉടമ്പടിയിലൂടെ ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. ബൈബിൾ നേരത്തെയൊക്കെ ഞാൻ സങ്കീർത്തനം മാത്രമേ വായിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാ അധ്യായങ്ങളും വായിക്കാൻ തുടങ്ങി. പിന്നെ പ്രൈസിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാ മാസവും മേടിച്ച് കൊടുക്കും, ഓരോ വീടുകളിൽ പോയി കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട്. ആദ്യം ഞാൻ അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ സാക്ഷ്യത്തിലൊക്കെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ എനിക്കും പോകണം തോന്നി. അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, ഞാൻ വന്നോട്ടേയും ചോദിച്ചു. അപ്പോൾ അവർ കുഴപ്പമില്ല വന്നോളം പറഞ്ഞു. അങ്ങനെ പോയി എല്ലാ ആഴ്ചയിലും അവിടെ പോയി അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നഖം വെട്ടി കൊടുക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അവർക്ക് വലിയ കാര്യമാണ്. എന്നെ കണ്ടില്ലെങ്കിൽ അവർ വിളിക്കും, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയുള്ള അമ്മമാരും അവിടെ കുറച്ച് രോഗികളായിട്ടുണ്ട്, അവരെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നെ ആത്മീയമായി ഒരുപാട് വളർന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ ധ്യാനം എല്ലാം കൂടി സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലതിക, കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞറിഞ്ഞാണ്, പത്രം തന്നറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനും വന്നു. പക്ഷേ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവരങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആൻറ്റി ഉടമ്പടി എടുക്കുന്നു എന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ഞാനും ഉടമ്പടി എടുത്തു. പിന്നെ അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. ആദ്യത്തെ ഉടമ്പടിയിലൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തൊണ്ടയിലൊരു ഗ്ലാൻഡ് വന്ന് വേദന വന്നു. അത് ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വേദന എനിക്ക് കുറയുന്നില്ലായിരുന്നു. ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വേദനയൊന്നും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ നിയോഗത്തിലൊന്നും അതിനെക്കുറിച്ച് ഞാൻ വച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി തൈലം കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദനയുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, ഉമിനീര് ഇറക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ചെവിയിലോട്ട് എനിക്ക് വേദനയാണെന്ന്. അത് തന്നെയാണെന്ന് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഇനി ആ വേദന പൂർണ്ണമായി മാറി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെയുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ അതെല്ലാം എനിക്ക് പൂർണ്ണമായും വിടുവിച്ച് നൽകി. പിന്നെ എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഉടമ്പടിയിൽ ഇരുന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി. അതിലും അമ്മ മാതാവ് കൂടുതൽ പരിക്കുകളൊന്നുമില്ലാതെ അമ്മ മാതാവ് അവനെ രക്ഷപ്പെടുത്തി. അതിലും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ കുടുംബത്തിലൊരു കേസ് വന്നു. അതിലും അമ്മ മാതാവ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ അതും അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായും അതിൽ നിന്നും വിടുവിച്ച് നൽകി. പിന്നെ
കുഞ്ഞുനാൾ മുതൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് അതിലെ ചിരി വരുവാണ്. പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം. ഒരു ദിവസം പോലും രാവിലെയും വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. അത് പിന്നെ ചായ കുടിച്ചാലും ഒരു 2 ദിവസത്തേക്ക് ആ തലയുടെ ഭാരം എനിക്ക് മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആ ഇടയ്ക്ക് എനിക്ക് അവിചാരിതമായി വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ആ ചായ കുടിക്കാൻ പറ്റാതെ വന്നു. അത് തുടർച്ചയായിട്ട് പറ്റാവുന്നു. പക്ഷേ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല. എനിക്ക് തലവേദനയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം, അടപ്പേന്ന് തിളച്ച വെള്ളം എടുത്ത വഴി ഈ കയ്യിൽ ഇവിടെ മൊത്തത്തിൽ ആ തിളച്ച വെള്ളം അങ്ങ് വീണ്. അപ്പോൾ ഞാൻ ആ കുറേ ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലം തേച്ച് അത് ഒരു പൊള്ളൽ പോലും വന്നില്ല എന്നുള്ളതാണ്. സാധാരണ ചെറിയ ഇത് തിളച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പൊള്ളും. പക്ഷേ ഇത് ഒട്ടും പൊള്ളിയതേ ഇല്ല. 3-4 ദിവസമായിട്ട് ഉടമ്പടി തൈലം പൂശി, പിന്നെ വേദനയില്ലായിരുന്നു. അത് അങ്ങനെ ഒരു കറുത്ത നിറം വന്ന് ആ സ്കിന്നെല്ലാം പോയി. പിന്നെ എൻ്റെ ഭർത്താവും സഹോദരിയുടെ കുടുംബമായിട്ട് 10 വർഷമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നു. അതൊക്കെ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അതും ഇപ്പോൾ അമ്മ മാതാവ് അതും സാധിച്ചു തന്ന് ഇപ്പം നല്ല സന്തോഷത്തിലൂടെ കുടുംബം പോകുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ സന്തോഷവും സമാധാനവും വീട്ടിലുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സന്തോഷവും സമാധാനവും അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം എല്ലായിടും കടകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ എല്ലായിടവും കൊണ്ട് നടന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറയും. അതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കേൾക്കും. അത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാ ദിവസവും. പിന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ സ്ഥിരമായി കേൾക്കും. അതും എന്നും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ദിവസവും ഞാൻ 3-4 സാക്ഷ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്ക് വേണ്ടിയിട്ടും മാതാവിനോട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സമൂഹ മാധ്യമത്തിലൂടെ പലരും സഹായം അഭ്യർത്ഥിക്കുന്ന, എന്നെക്കൊണ്ട് കഴിയുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കും. ഒന്നുകിൽ ഞാൻ അയക്കും, ഇല്ലേ എൻ്റെ മോനെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ വീട്ടിലെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിനും അനാഥാലയത്തിലാണ് ഫുഡ് പറഞ്ഞ് ഞങ്ങളും അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ച് അങ്ങനെയും കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ കർത്താവിനെയൊക്കെ മാതാവിനെ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും കൂടുതൽ കർത്താവിനെ വിളിക്കുന്നതും മാതാവിനെ വിളിക്കുന്നതും. എന്നും രാവിലത്തെ വൈകിട്ടത്തെ പ്രാർത്ഥന കൃത്യമായി ചെയ്യും. അരമണിക്കൂർ ബൈബിള് വായിക്കും. എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഇനിയും ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എല്ലാ 3 മാസവും കൃത്യമായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോൾ 9ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മഴവില്ല് കണ്ടിട്ടുണ്ട്. എല്ലാ രീതിയിലും അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴേ ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം അപ്പോഴേ തന്നെ എനിക്ക് മാതാവ് ഉത്തരം തരും. ഇനിയും അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം.
അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള എല്ലാ ഉടമ്പടി നിയോഗങ്ങളിലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും 1000 നന്ദി. യേശുവേ നന്ദി. ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ.